ഇന്ന് ഈ ഒരു വീഡിയോ കാണുന്നത് ഒരുപക്ഷെ വിന്റർ ആർക്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ സമ്മർ ആർക്കിൽ മറ്റുള്ളവരെ പോലെ വെക്കേഷൻ പ്ലാൻസ് എൻജോയ് ചെയ്യുന്നതിലും ഉപരി ആയി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അതെ, അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഒരുപാട് മെച്ചപ്പെടാൻ സാധിച്ചേക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ മാറ്റിവെക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഭ്രമത്തെ നമുക്ക് നശിപ്പിച്ച് കളയണം. COVID-19 എന്ന കൊറോണ വൈറസ് കാരണം ഒരുപാട് പേർക്ക് ഒത്തിരി നഷ്ടം സംഭവിച്ചിട്ടുള്ളതാണ്. ഈ ഒരു വൈറസ് വന്ന ഇന്നേക്ക് 6 വർഷം കഴിഞ്ഞു. ഈ ഒരു 6 വർഷം എന്നതുകൊണ്ട് എന്തെങ്കിലും തിരിച്ചറിയാൻ സാധിച്ചോ? മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങൾ നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസായി കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങളിപ്പോൾ അവയെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ? അതിൻ്റെ ഉത്തരം ഇല്ല എന്നായിരിക്കും. കാരണം നിങ്ങളിൽ പലരും അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ ഈ കടന്നുപോയ 3 മാസവും വ്യർത്ഥമാക്കി കളഞ്ഞു എന്നെനിക്കറിയാം. നിങ്ങൾ ഈ 3 മാസം വളരെ പെട്ടെന്ന് കടന്നു പോയതുപോലെ തോന്നാം. അങ്ങനെ നിങ്ങൾ സ്വയം എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരിക്കും. പക്ഷേ സമയം കടന്നുപോയി എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. സമയത്തിന്റെ വില ഇനി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്ന് കരുതുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ സമ്മർ ആർക്ക് ചലഞ്ചിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സമ്മർ ആർക്ക് വിന്റർ ആർക്കിനേക്കാൾ ഒരുപാട് മെച്ചപ്പെട്ടതാണ്. കാരണം സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സമ്മർ ആർക്കിൽ ചെയ്യുവാൻ സാധിക്കും. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ ദിവസവും ഉണ്ടാകും. സ്കൂൾ, അസൈൻമെന്റ് തുടങ്ങിയ യാതൊരു വിധത്തിലുള്ള പ്രഷറും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. അങ്ങനെ നിങ്ങൾ ഫിസിക്കലി ആൻഡ് മെന്റലി ഫ്രഷ് ആകുകയും ചെയ്യുന്നു. രാത്രിയിലുള്ള പഠനത്തിന്റെ സ്ട്രെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പുതിയ സ്കിൽസ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. സമ്മർ ARC എന്ന സമയം ഒന്നുകിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നതിനായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചിൽ മൂഡിൽ ഇരിക്കുന്നതിനായോ ഉപയോഗിക്കാം. ഇതിലേത് കാറ്റഗറിയിൽ പെടണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് എനിക്കറിയാം. അതായത് സമ്മർ ആർക്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ എന്നല്ലേ? ഇതിനായി നിങ്ങൾ സ്വയം കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യേണ്ടതായി വരും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിനെ നിങ്ങളുടെ ഗോൾസിലേക്ക് കടന്നു വരാനും അനുവദിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റായി പ്രവർത്തിക്കുക. സ്വയം എക്സ്ക്യൂസസ് പറയാതിരിക്കുക. പിന്നെ ഏതൊരു ജോലിയെയും പെൻഡിങ് ഇല്ലാതെ അപ്പോൾ തന്നെ ചെയ്തു തീർക്കാനായി ശ്രമിക്കുക. നിങ്ങളെ ആരും തടയാതിരിക്കുന്നതിനായി മെൻ്റലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആകേണ്ടതുണ്ട്. മറ്റുള്ളവർ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് 100 തവണ ചിന്തിക്കുന്ന തരത്തിലുള്ള പേഴ്സണാലിറ്റി രൂപീകരിക്കുക എന്നതും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി സമ്മർ ആർക്കിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മോട്ടിവേഷനും കിട്ടിയെന്ന് കരുതുന്നു. നല്ല രീതിയിൽ ഉറങ്ങി ഉണരുമ്പോൾ നിങ്ങളുടെ പക്കൽ ഫുൾ എനർജി ആൻഡ് ഫുൾ മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. ആ ഒരു സമയത്ത് വളരെയധികം പ്രയാസമുള്ള കാര്യമായ എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. അതിനായി 5 മണിക്കെങ്കിലും ഉണരണം. ഇനി നിങ്ങൾ ജിമ്മിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ 5 മുതൽ 7 മണി വരെയുള്ള സമയം നിങ്ങൾ അവിടെ ആയിരിക്കും ചിലവഴിക്കുക. ഹോം വർക്കൗട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ. നിങ്ങളുടെ സ്ലീപ്പ് ടൈം വളരെയധികം നല്ലതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിൽ പവറിൻ്റെ സഹായം തേടേണ്ടതായി വരും. അങ്ങനെ നിങ്ങൾ എത്ര മണിക്ക് തന്നെ ഉറങ്ങിയാലും 5 മണിക്ക് തന്നെ ഉണരേണ്ടി വരും. നിങ്ങൾ 4-5 ദിവസം ഉറക്കം കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉറക്കം വരുന്നതാണ്. ഇനി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ക്ഷീണിച്ചായിരിക്കും മടങ്ങി വരിക. പക്ഷേ ആ സമയത്ത് ഒരു ദിവസം ആരംഭിച്ചിട്ട് പോലും ഉണ്ടാകില്ലായിരിക്കും. എനർജി നേടുന്നതിനായി നിങ്ങൾ കോൾഡ് ഷവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് കോൾഡ് ഷവറിനെ നിസ്സാരമായാണ് കാണുന്നതെങ്കിൽ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കോഫി, ടീ ഒരു വശത്തും കോൾഡ് ഷവർ മറുവശത്തുമാണ്. കോൾഡ് ഷവർ നിങ്ങളുടെ മൈൻഡിന് ഫുൾ എനർജി പ്രദാനം ചെയ്യുന്നു. വർക്കൗട്ടിന് ശേഷം നിങ്ങളുടെ വയറിൻ്റെ 2/4 മാത്രമായിരിക്കണം മീലായി കഴിക്കേണ്ടത്. കാരണം നിങ്ങൾ വയറ് നിറച്ച് കഴിക്കുകയാണെങ്കിൽ ഉറക്കക്ഷീണം ഉണ്ടാവുകയും ദിവസവും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വയർ നിറച്ച് കഴിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമാണ് പോസ്റ്റ് വർക്കൗട്ട് മീലിൻ്റെ കൂടെ കോഫിയും കുടിക്കണം എന്നത്. കാരണം കോഫി കുടിക്കുന്നതിലൂടെ വിശപ്പ് കുറയും, പിന്നെ ഉറക്കവും വരില്ല. അങ്ങനെ 5-6 മണിക്കൂർ വളരെ നന്നായി പ്രവർത്തിക്കുക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങളുടെ 100% നൽകേണ്ടതായി വരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവൻ കൺസിസ്റ്റൻസിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. ഇതിനായി നിങ്ങളെ സ്വയം ചലഞ്ച് ചെയ്യുക. അതായത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ചെയ്യുന്നതുവരെ മൊബൈൽ ഫോൺ ടച്ച് ചെയ്യുകയിലും തീരുമാനിക്കുക. അങ്ങനെ ഫുൾ കൺസിസ്റ്റൻസിയോട് കൂടെ ഉദ്ദേശിച്ച കാര്യം ചെയ്തു തീർക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിനെ എവിടെയെങ്കിലും ദൂരെ മാറ്റിവെക്കുക. ഇനി നിങ്ങളുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ലഞ്ച് കഴിക്കുക. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ എനർജി വളരെയധികം ലോ ആയിരിക്കും. ഈ ഒരു ലഞ്ച് 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കായിരിക്കും കഴിക്കേണ്ടി വരിക. ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം ഉറക്കം അനുഭവപ്പെടും. പക്ഷേ നിങ്ങൾ സമ്മർ ആർക്ക് ചലഞ്ച് തുടങ്ങിയതേയുള്ളൂ എന്ന കാര്യം ഓർക്കുക. അങ്ങനെ ഉറങ്ങുന്നതിൽ നിന്ന് സ്വയം തടയുക. അത് നിങ്ങൾക്ക് തടയാൻ സാധിച്ചില്ലെങ്കിൽ ഒരു 40 മിനിറ്റ് അലാറം വെച്ച് ഒരു സ്മോൾ നാപ്പ് എടുക്കുക. പിന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാവുന്നതാണ്. പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഒരു 6 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കേണ്ടതാണ്. എന്നിട്ട് നിങ്ങളുടെ സെക്കൻഡ് വർക്കൗട്ടിനായി പുറത്തിറങ്ങേണ്ടതാണ്. ഈ ഒരു വർക്കൗട്ടിൽ ഹെവി എക്സസൈസ് ഒന്നും തന്നെയില്ല. ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ വാക്ക്. കാരണം സമ്മർ ടൈമാണ്.
സൂര്യാസ്തമയം വളരെ പതുക്കെ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 6 മണി സമയത്തൊക്കെ പുറത്തു പോയി ഈവനിങ് സൺലൈറ്റ് കൊള്ളേണ്ടതാണ്. കാരണം നിങ്ങൾ പുലർച്ചെ ഉണരുമ്പോൾ ഫുൾ എനർജിയോട് കൂടിയാണ് ഉണരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നതിനായി സൂര്യാസ്തമയം കാണേണ്ടതും അത്യാവശ്യമാണ്. ഈ ഒരു റുട്ടീൻ നിങ്ങൾ സീരിയസ്ലി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 10 മണിക്കകം തന്നെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുകയും നിങ്ങളുടെ ഉറക്കം പൂർണ്ണമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ ഒരു റുട്ടീൻ നിങ്ങൾ മുഴുവൻ സമ്മർ ARCയിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പീക്ക് ലെവൽ അഥവാ പ്രൈം എറയിൽ വരുന്നതിൽ നിന്ന് ആർക്കും നിങ്ങളെ തടയാൻ സാധിക്കില്ല. കാര്യങ്ങളൊക്കെ പിന്തുടരുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം എഫിഷ്യൻ്റായി നിങ്ങളുടെ സമ്മർ ARCനെ മാറ്റുവാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.